ഇന്ന് എൻ്റെ കസിൻ ബ്രദറിന് ഒരു ബേബി പിറന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബേബിനൊക്കെ കണ്ട് തിരിച്ചു പോകുമ്പോൾ എനിക്ക് വിശന്നു ഗൈസ്. കാരണം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മാത്രം വരുന്ന ഒരു അസുഖമാണ് വിശപ്പിൻ്റെ അസുഖം. അങ്ങനെ ആ അസുഖം എന്നെ ഈ ഒരു ബ്രെഡ് കോ കഫേയിലോട്ട് വലിച്ചു കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തത് ഫസ്റ്റ് ലോഡഡ് ഫ്രൈസും ഗ്രീൻ മൊഹീറ്റോ ആയിരുന്നു കേട്ടോ. ഇത് ഓർഡർ ചെയ്യാൻ കാരണം ഇത് രണ്ടും കോംബോ ഓഫറാണ് ഗൈസ്. അത്ര ടേസ്റ്റ് ആണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് കഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സത്യമാണ്, കാരണം അത് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതെനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു. കാരണം ഒരു ചെമ്പുണ്ടായിരുന്നല്ലോ ഇതും, അതും പിന്നെ ഒരു ജഗ് അതും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ കഴിച്ച് തീർന്നപ്പോഴേക്കും ഒരു സമയമായി. അങ്ങനെ ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്ത് വീട്ടിലേക്ക് തിരിച്ച് പോന്നിട്ടുണ്ട് ഗൈസ്. വീട്ടിൽ വന്നപ്പോഴാണ് കുറേ സാധനങ്ങൾ മേടിക്കാനുള്ള കാര്യം ഓർത്ത് വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മാറൽ തട്ടി അങ്ങനെയുള്ള ഓരോ സാധനങ്ങളും മേടിച്ച് ഞാൻ വരുന്നത് എന്താ വെച്ചാൽ കുറേ ആയിക്കൊണ്ട് ഇതൊക്കെ ഒന്ന് മേടിക്കണം എന്ന് എഴുതിയിട്ട്. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അങ്ങനെ തിരിച്ച് പോകുമ്പോൾ നമ്മൾ ഇളനീർ പായസം കണ്ടിട്ടുണ്ട്, തണുത്ത ഇളനീർ പായസം. പക്ഷേങ്കിൽ നമ്മളതെല്ലാം മേടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ മേടിച്ചിട്ട് പാലട പായസമാണ്. കാരണം അതിനാണ് അത്രയും ടേസ്റ്റ് ഉണ്ടാവുക എന്നാണ് മനസ്സിൽ വിചാരിച്ച് അതാണ് മേടിച്ച് കുടിച്ചു. അപ്പോഴാണ് രണ്ട് കുട്ടികളെ കണ്ടത്. എത്ര നമ്മളിങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോഴല്ല അവർക്ക് ഇത് വീണ്ടും വീണ്ടും ചെയ്യാനൊരു പ്രചോദനമാവുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നത് കൊടംപുളി ഈ ഒരു റംബൂട്ടാൻ അവരുടെ വീട്ടിലുണ്ടായതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് പോന്നിട്ടുണ്ട് ഗായ്സ്.